എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ചൂട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ പ്രകൃതിയിലെ ചൂടിനൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളുടെ ചൂടും വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി AS കവിത ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ന്യൂസ് ആൻഡ് ടോക്കിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. AS കവിതയെ എല്ലാവർക്കും വേണ്ടി നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ എനിക്ക് തോന്നുന്നു CK ജാനുവിന് ശേഷം NDAക്ക് വരുന്ന മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ബേസ്മെൻറ്റിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തവണ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുകയും ചെയ്യുകയാണ്. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് NDAയെ സംബന്ധിച്ചിടത്തോളം? വലിയ ഒരു ചൂടേറിയ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പാണ് 2026 എന്ന് വിശേഷിപ്പിക്കാം. എങ്ങനെ കാണുന്നു ഈ ഒരു സ്ഥാനാർത്ഥി? അതെ, തീർച്ചയായും നമ്മൾ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രചരണ രംഗത്ത് ഉള്ളത്. ഇപ്പോൾ അത് സ്വാഭാവികമായും നമുക്കിവിടെ അറിയാം. 3 ടേമായിട്ട് ഇവിടെ IC ബാലകൃഷ്ണനാണ് ഇവിടെ MLA. ഇവിടെ എടുത്തു കാണിക്കാനുള്ള ഒരു വികസനവും ഇവിടെ ഇല്ല. എന്ത് വികസനമാണ് ഇവിടെ എടുത്തു കാണിക്കാനുള്ളത്? എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് ഇവിടെ എടുത്തു കാണിക്കാനുള്ളത്. ഇപ്പോൾ LDFൻ്റെ കാര്യം എടുത്താൽ അറിയാം. ഈ 10 വർഷത്തെ ഭരണം സംവിധാനം എടുത്താൽ അറിയാം. വികസന മുരടിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വലിയ വിവാദമാണ് നമ്മുടെ ബ്രഹ്മഗിരി വിഷയം. അങ്ങനെ 2 ആളുകളും 2 അല്ല 1 ആയിട്ടാണ് ഇവിടെ മത്സര രംഗത്ത് പോലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷേ അവരുടെ ചെയ്തികളെല്ലാം ഒരുപോലെയാണ്, അഴിമതി നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം NDAക്ക് വളരെ സാധ്യതയാണ് ഉള്ളത്. അവർക്കൊരു വിശ്വാസമാണ്, ആളുകൾക്ക് വളരെ വിശ്വാസമാണ്. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംസാരമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ 15,000-ലധികം വോട്ടുകൾ NDA ഇപ്പം ലാസ്റ്റിൽ CK ജാനു മത്സരിച്ചപ്പോൾ ലഭിച്ചത്. NDAക്ക് ശ്രീ K സുരേന്ദ്രൻ നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് വലിയ മുന്നേറ്റം നടത്തുകയുണ്ട്. 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ട് നേടി. ഇതൊക്കെ NDAയുടെ ഒരു മുന്നേറ്റം ഇവിടെ എപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെത്തുന്ന സമയത്ത് ഇത്തവണ ഒരുപാട് വിവാദ വിഷയങ്ങൾ മുന്നണികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒപ്പം ടൗൺഷിപ്പിന് വേണ്ടി NDA ഒന്നും നൽകിയിട്ടില്ല എന്നൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങൾ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇത് NDA അങ്ങനെ ഒരു വിഷയം അഭിമുഖീകരിക്കുന്നതേയില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ രാത്രി യാത്രാ നിരോധനമാണെങ്കിലും ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കർണാടകയിലും കോൺഗ്രസ്സാണ്, ഇവിടെയും കോൺഗ്രസ് ആയിരുന്നു. ആ സമയത്ത് ഇവിടെ നമ്മുടെ MP ഉണ്ട്. എന്നിട്ട് പോലും അവർക്ക് ആ ഒരു സമീപനമൊന്നും അവർ കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ബദൽ സംവിധാനം തയ്യാറാക്കാൻ പറ്റും. അതിനൊന്നും ഒരു കേന്ദ്രത്തിലേക്ക് ഒരു പ്രോജക്റ്റോ കാര്യങ്ങളോ ഇതുവരെ വെച്ചിട്ടില്ല. ഇപ്പോൾ നിതിൻ ഗഡ്കരി നമുക്ക് ഉടനെ ചിലപ്പോൾ മണ്ഡലത്തിലെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കാനും സാധ്യതയുണ്ട്. NDA മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രഥമ പരിഗണന അതിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രാത്രിയാത്രാ സംവിധാനത്തിനുള്ള ബദൽ സംവിധാനം NDA വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായും നടപ്പാക്കുമെന്ന് തന്നെയാണ് വോട്ടർമാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഉറപ്പും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കത്ത് നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊക്കെ കത്ത് നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബദൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ NDAയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭാ നിയമത്തിൽ നിന്നും രാജഗോപാൽ വിജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ NDAയുടെ വ്യക്തമായൊരു സ്വാധീനം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവഗണിക്കപ്പെടുന്നു കേരളം എന്നൊരു പ്രചാരണം എതിർകക്ഷികൾ എപ്പോഴും നടത്താറുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്തു പോകുന്നത്? അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് കേരളത്തിൽ മൊത്തം എടുത്താൽ അറിയാം, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിലും ഇവിടെ മറ്റ് പദ്ധതികളാണെങ്കിലും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവനകളാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല വിഷയം, ഇത് കേന്ദ്ര സർക്കാർ ആദ്യം എങ്ങനെയാണോ ഇടപെടേണ്ടത് ആ രീതി എല്ലാം ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ആളുകൾക്കുള്ള സഹായം, അതായത് SDRFൽ നിന്നും CMDRFൽ നിന്നും ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് പരിക്ക് പറ്റിയ ആളുകളുടെ ചികിത്സ, പിന്നെ കൂടാതെ ടൗൺഷിപ്പ് നിർമ്മാണം, ഇത് എത്രമാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഇത് സാസ്കി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ആ നിർമ്മാണം അവിടെ നടക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ കലക്ടർ തന്നെയാണ് അത് അനൗൺസ് ചെയ്തതും ഇത് പ്രഖ്യാപിച്ചതും എല്ലാം നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വോട്ടിന് വേണ്ടിയുള്ള തെറ്റിദ്ധാരണ മാത്രം പരത്തുന്നതാണ് ഈ ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒന്നും കൊടുത്തില്ല,
ഇവിടെ നരേന്ദ്രമോദി സർക്കാർ വന്ന് പോയിട്ടൊന്നും കൊടുത്തില്ല എന്നുള്ളതൊക്കെ അത് നമുക്ക് അറിയാലോ. അത് 50 വർഷത്തിന് ശേഷം മാത്രം ഇത് തിരിച്ചടച്ചാൽ മതി. ആ സമയത്തൊക്കെ ഇവിടെ കാഴ്ച ബംഗ്ലാവിലൊരു സ്മാരകമായിട്ട് LDF ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും തിരിച്ചടയ്ക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരിക്കും. ആ വിശ്വാസം എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നൽകുന്ന ഫണ്ടുകളുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ BJP ഒരു വർഗീയ പാർട്ടി എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാൻ എതിർകക്ഷികൾ ശ്രമം നടത്തുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നതോട് കൂടിയിട്ട് ആ ഒരു വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങൾ വലിയ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വം മാത്രം മുൻപോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ആളുകൾ കാണുന്നത് എന്ന് എതിർകക്ഷികൾ പ്രചാരണം നടത്തുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രചരണം BJP ഇപ്പോൾ നടത്തുന്നു? അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എത്രത്തോളം മറ്റ് സമുദായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും അറിയാം, നമുക്ക് വിവിധ നമുക്ക് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ളത്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. വർഗീയ പാർട്ടി എന്ന് സൂചിപ്പിക്കുന്ന ഇടതും വലതുമാണ് ആ വർഗീയ പാർട്ടി എന്നുള്ളതിന് പല പ്രസംഗങ്ങളിലും നമുക്ക് അത് കാണാം. മതമാണ് ഇവിടെ പ്രധാനം ഉള്ളതെന്നുള്ള പബ്ലിക്കായിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അതാണ് ആ ഒരു ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് NDAയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വർഗീയ പാർട്ടി എന്ന് അവർ മുദ്ര കുത്തുന്നത്. NDA വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭീഷണിയാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദമായ പ്രസംഗം നടത്തിയാലും അത് ബുദ്ധിമുട്ടില്ല. പക്ഷേ NDA ഇതിനൊന്നും ഒരു വേർതിരിവ് കാണിക്കാത്ത ഒരു പാർട്ടി എന്ന് അവർക്കും അറിയാം. പക്ഷേ ഇതെല്ലാം പറഞ്ഞാലല്ലേ ഇവിടെ വോട്ട് നേടാൻ കഴിയുള്ളൂ, ന്യൂനപക്ഷങ്ങളെ പ്രീണിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു പ്രസ്താവന മാത്രമായിട്ടാണ് ഇതിനെ NDA കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ തീർച്ചയായും NDAക്ക് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ സ്വാഭാവികമായി ലഭിക്കേണ്ട വോട്ട് ശതമാനം വർധനവ് ലഭിച്ചിട്ടില്ല എന്ന് പലതരത്തിലും കാണാൻ സാധിക്കും. ഒരു പക്ഷേ നല്ല രീതിയിൽ മുൻപോട്ട് വന്ന് വലിയ രീതിയിൽ വർധനവുണ്ടായിരുന്ന വോട്ട് ശതമാനം കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഒരിക്കലുമില്ല. അത് നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്താലും അറിയാം, അതിൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് 35,000-ൽ മുകളിൽ വോട്ടാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നിലവിലെ MLA ആയിട്ടുള്ള ഒരു ഡിഫറൻസ് 11,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അത് മറികടക്കാൻ നമുക്ക് ഇപ്രാവശ്യം രാഷ്ട്രീയപരമായിട്ട് വിവിധ സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം വോട്ടാക്കി മാറ്റാൻ NDAക്ക് ഇപ്രാവശ്യം സാധിക്കും. ഇപ്പോൾ സംവരണ മണ്ഡലം എന്നാണ് നമ്മൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടിയും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പിന്നാക്ക വിഭാഗക്കാരായ ഗോത്രവർഗ്ഗക്കാരായ ആളുകൾ നിരവധിയുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾക്കോ മൂന്ന് മുന്നണികളും ശ്രമിച്ചിട്ടില്ല എന്ന് ഒരു പൊതുജനാഭിപ്രായവുമുണ്ട്. ഇതിനെയൊക്കെ മറികടക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇത്രയും വർഷം ഭരണത്തിലിരുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നും എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ കുറേ കൂടി മികച്ച ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അത് NDAക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അടിസ്ഥാന വികസന മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വയനാട് ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവിധ പദ്ധതികൾ കൊടുത്തു കഴിഞ്ഞാൽ ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഈ ഒരു പ്രചരണ സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചോർന്നൊലിക്കുന്ന, ഇപ്പോഴും ഇന്നോ നാളെയോ വീണു പോകാൻ പാകത്തിലുള്ള വീടുകൾ, ദരിദ്രമുക്ത കേരളം എന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇവിടെ പല വീടുകളും പോകുമ്പോൾ കുടിവെള്ളമില്ല, അവിടെ വൈദ്യുതിയില്ല. ഇവിടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതി. അതിവിടെ മര്യാദയ്ക്ക് നടക്കുന്നില്ല. 50% കേന്ദ്ര സർക്കാരും 50% നമ്മുടെ പിണറായി സർക്കാരും വഹിക്കേണ്ടതുകൊണ്ട് ഈ 40% ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുന്നത്. അതുപോലെ നമുക്കറിയാം, വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും നമ്മുടെ ആവാസ് യോജന പ്രകാരമാണ്. അതും ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം താഴെത്തട്ടിൽ നിന്ന് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭാവനം ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ വേണ്ട രീതിയിൽ നടപ്പാക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ വയ്ക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. ഇപ്പോൾ നിയമവും നമ്മുടെ തൃശ്ശൂരുമൊക്കെ ലോക്സഭയിലാണെങ്കിൽ തൃശ്ശൂരും നിയമം നമ്മുടെ
നിയമസഭയിലേക്കും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലങ്ങളാണ്. ഈ ഒരു സ്ട്രാറ്റജി പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് വിവിധ സമുദായങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമുദായപരമായിട്ട് ചില പ്രശ്നങ്ങൾ, മറ്റ് ഇതര സമുദായങ്ങളുമായി ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ ഒരു പുതിയ ബില്ലിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും കുറച്ചുകൂടി പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട് തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. ആ ബില്ല് പാസ്സാക്കിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മതപരമായിട്ടുള്ള ഒരു വിവാദപരമായിട്ടുള്ള ഒരു നിയമമല്ല, ഇത് ചില നമ്മുടെ ഭീകരവാദികൾക്കുള്ള ഒരു താക്കീതാണ്. ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അത് തടയുന്നതിന് വേണ്ടി ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു മതത്തിനും എതിരല്ല. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇതിനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഭീകരവാദം തടയുന്നതിനും ഭീകരവാദത്തിന് പണം കണ്ടെത്തുന്നതിനും വേണ്ടി അതിൻ്റെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം, എല്ലാ ദിവസവും ദൃശ്യ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡീലാണ്. ഇപ്പോൾ CPM BJP ഡീൽ എന്ന് പറയുന്നു. അത്തരം ഒരു ഡീല് പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ട് എന്നാണ് വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നത്. ഇപ്പം എതിർകക്ഷികൾക്കായാലും ഇപ്പോൾ അവിടെ CPM നടത്തുന്നുണ്ട്, കോൺഗ്രസും നടത്തുന്നുണ്ട്, ഒപ്പം BJPയും നടത്തുന്നുണ്ട്. അത് ചെയ്യുന്ന ആളുകളാണ് അത് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യ സഖ്യമാണ്. അത് എങ്ങനെയാണ് BJPയും കോൺഗ്രസും BJPയും LDFും ആയി മാറുക? എന്നും LDFും BJPയും മാത്രം, LDFും UDFും ആണല്ലോ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യ സഖ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് NDA അവരെ കൂടെ ചേർക്കാൻ കഴിയുക? ഇത് അവർ ആണ്, രണ്ടും പേരും ഒന്നാണ്. NDA എന്നും പറയുന്നത് അതാണ്. ഇവിടെ LDFും UDFും രണ്ടല്ല, അവർ ഒന്നാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മറ്റൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ നടത്തേണ്ട ആരോഗ്യരംഗത്ത് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജില്ല സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് NDA ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? തീർച്ചയായും നമുക്കറിയാലോ, ഇവിടെ ആരോഗ്യരംഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ആയുഷ്മാൻ ഭാരത്. നമ്മുടെ എല്ലാ പാവപ്പെട്ട രോഗികൾക്ക് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതും ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു വയോവന്ധൻ എടുത്തു കഴിഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞ് ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കണമെന്നാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റൊരു മാനദണ്ഡവും അതിനില്ല. 70 വയസ്സ് മാത്രമാണ് മാനദണ്ഡം. വരുമാനം ഒരു പരിധിയേയല്ല. ആ സമയത്ത് പോലും ഇത് കേരളം മാത്രമാണ് ഇവിടെ നടപ്പിലാക്കാത്തത്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇത് നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ ആരോഗ്യരംഗം എടുത്തു കഴിഞ്ഞാൽ ഒരു വികസനവും ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിവിടെ തൊട്ടടുത്ത താലൂക്ക് ഹോസ്പിറ്റൽ തന്നെ എടുത്താൽ അറിയാം, അവിടെ ഒരു ലാബ് സിസ്റ്റം പോലും നല്ല വർക്ക് ചെയ്യുന്നില്ല. ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ പോലും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അത് ഏതൊരു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എടുത്താലും അറിയാം, ഒരു റെഫറൽ നമ്മുടെ ഹോസ്പിറ്റലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്കും നമ്മുടെ അടിസ്ഥാന വികസനത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്താൽ അറിയാം. നമുക്ക് ഈ ഒരു IC ബാലകൃഷ്ണൻ 3 ടേമായി 15 വർഷമായി ഇവിടെ MLA. ഒരു സ്ഥലം കണ്ടെത്താൻ പോലും അവർക്കായിട്ടില്ല. ഒരു ഗവൺമെൻറ് കോളേജ് എന്ന സ്വപ്നം ഈ നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ ചിരകാല സ്വപ്നമായി നീണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ NDA അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് കോളേജ് സാക്ഷാത്കരിക്കാൻ NDAക്ക് സാധിക്കും. അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യമുള്ള നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനം അവർക്ക് ഒരുക്കാൻ കഴിയും. ഇവിടുത്തെ മറ്റ് അടിസ്ഥാന വികസനമെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ NDAക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വികസന രേഖ എടുത്തു നോക്കിയാൽ അറിയാം. ആ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയതെല്ലാം പാലിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പഠനത്തിന് വേണ്ടിയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ പരാജയം ആണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുക, വയനാട് പോലെ വളരെ പിന്നോക്കമായൊരു ജില്ലയിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര മുന്നേറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ BJP എങ്ങനെയാണ് നോക്കി? അതെ, തീർച്ചയായും നമുക്കറിയാലോ, ഈ വിദ്യാഭ്യാസ മേഖലയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിനും അടിസ്ഥാന വികസനം അവിടെ നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി
ആവിഷ്കരിച്ചത്. ഇത് നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിനെതിരെ മുഖം തിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ യോഗ്യരല്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറുകയാണ്. അതിലെ ചില നിബന്ധനകൾ സ്വീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില പാഠ്യ വിഷയങ്ങൾ, പുസ്തകങ്ങളിലെ പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ, ഇതൊക്കെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഉള്ളവർ പറയുന്നത്. പക്ഷേ നമുക്ക് അറിയാം, PM ശ്രീ പദ്ധതി സ്വീകരിച്ചുകൊണ്ട് പല സ്കൂളുകളും നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും കാണാത്ത ഒരു കാവ്യവൽക്കരണം മറ്റ് സ്ഥലങ്ങളിൽ എവിടെയാണ് നടക്കുന്നത്? ഇത് വന്നു കഴിഞ്ഞാൽ കാവ്യവൽക്കരണം നടക്കുമെന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് കാവ്യവൽക്കരണം നടക്കുക? നമ്മുടെ കുട്ടികളുടെ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ട പാഠ്യപദ്ധതികൾ, ഇതെല്ലാമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടിസ്ഥാന വികസനം, നമ്മുടെ ഇത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു +2 കഴിഞ്ഞ ആളുകൾ ചിന്തിക്കുന്നതും എവിടെയാണ് ഞാൻ അടുത്ത വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതെന്നുള്ളത് അന്വേഷിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞാൽ അവർ നേരെ അന്വേഷിക്കുന്നത് മറ്റ് കോഴ്സുകളുള്ള, മറ്റ് വികസനമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു തടയിടുന്നതിനും ഇവിടുത്തെ കുട്ടികൾക്ക് അടിസ്ഥാന വികസനം ഉണ്ടാവണം, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലെത്തുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളൊന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല. അതുതന്നെയാണ് കുട്ടികൾ എല്ലാ വീടുകളിലും അച്ഛനമ്മമാരെ ആക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്താണ് പോകുന്നത്. ഈ വനിതാ ശാക്തീകരണത്തിൽ ഇപ്പോൾ ഒരു ബില്ല് വരാൻ പോകുന്നു, 33% സംവരണം വനിതകൾക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലും NDA എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? തീർച്ചയായും NDA ഈ ബില്ല് വന്നതിന് ശേഷമല്ല, അല്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇവിടെ ഒരു സംവരണത്തിൻ്റെ പേരിലൊന്നുമല്ല എന്നെ ഇവിടെ മണ്ഡലം അധ്യക്ഷയാക്കി. 2 ടേമിലും ഞാനിവിടെ മണ്ഡലം അധ്യക്ഷയാണ്. അതുപോലെ തന്നെ നമുക്ക് മത്സരിക്കുന്ന സമയത്തും ഒരു സംവരണ സീറ്റിലേക്കൊന്നുമല്ല സ്ത്രീകളെ പരിഗണിക്കുക. ജനറൽ സീറ്റുകളിൽ പോലും നമ്മുടെ വനിതകളെ മത്സരിപ്പിച്ചുകൊണ്ടാണ് NDA സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഏത് മേഖല എടുത്താലും അറിയാം, നമ്മുടെ സെൻട്രലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും മണ്ഡലത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നിയമസഭാ ഇലക്ഷനിലും എടുത്തു നോക്കിയാൽ അറിയാം, മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിക്കുന്നത് NDA തന്നെയാണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം NDA എത്രത്തോളം പഠനം നടത്തിയിട്ടുണ്ട് ഇവരുടെ അടിസ്ഥാനപരമായ വികസനത്തിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമ്പത്തിക രംഗത്ത്, തൊഴിൽ മേഖലയിൽ, ഈ മേഖലകളിലൊക്കെ NDA നടത്തിയിട്ടുള്ളൊരു പഠനം എങ്ങനെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത്, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, ഇപ്പോഴും ഗോത്രവർഗ വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ഉയർന്നു വരുന്നത് വളരെ കുറവ്. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനൊരു മറിച്ചൊരു ഉദാഹരണം എന്ന് പറയാൻ പറ്റുന്നത്. ഈ മേഖലയിൽ NDA നടത്തിയ പഠനങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായും ഇവിടുത്തെ ഗോത്രവിഭാഗത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറേ സമ്പർക്കം ഇവിടെ നടത്തിയതാണ്. ഞാൻ ആദ്യം വനവാസി വികാസ് കേന്ദ്രയിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്തും നമുക്ക് ഇപ്പോൾ പോകാൻ കഴിഞ്ഞ സമയത്ത് ഒരു 50 വർഷത്തെ മുന്നേയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയണ്ട, കഴിഞ്ഞ വർഷമാണ് നമുക്ക് തൊഴുത്തിൽ കിടന്ന ഒരു കുടുംബത്തെ നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇവിടെ ചെതലയത്തുള്ള ഒരു ഉന്നതിയിലുള്ള ആളുകൾ തൊഴുത്തിലാണ് കഴിഞ്ഞുകൂടിയത്. അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഉന്നതികളിലൊക്കെ ഉള്ളത്. കൂടുതൽ പറയേണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ആ ഉന്നതിയിൽ പോയാൽ തന്നെ അറിയാം, അവിടെ ഒരു ബാത്റൂം സംവിധാനം ഇല്ല. ഇതെല്ലാം നമുക്കറിയാമല്ലോ, സ്വച്ഛ് ഭാരതിലൂടെ നമുക്ക് ശൗചാലയ നിർമ്മാണം ഇതെല്ലാം കൊണ്ടുവന്ന സമയത്ത് നരേന്ദ്രമോദി സർക്കാരിനെ കളിയാക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് പോലും ഇല്ലാത്ത കുടുംബങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. പല സ്ഥലത്ത് പോകുന്ന സമയത്തും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക, ഈ പദ്ധതിയൊക്കെ താഴെ തട്ടിലെത്തിക്കുക എന്നതാണ് NDAയുടെ ലക്ഷ്യം തന്നെ. ഈ ജനകീയമായ വിഷയങ്ങളിൽ ഒരു കേഡർ പാർട്ടിയാണ് ശരിക്കും BJP എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് താഴേക്കിടയിൽ നിന്നും ഒരുപാട് വർക്കേഴ്സ് ഉള്ള പാർട്ടി. എത്രത്തോളം ജനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്? പലപ്പോഴും BJPക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ മറികടക്കാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ ഇതൊരു വർഗീയത വളർത്തുന്ന പാർട്ടി എന്നുള്ള രീതിയിലേക്കാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയെ മറികടക്കാൻ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുമായി എത്രത്തോളം ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്?
എനിക്ക് തോന്നുന്നു തീർച്ചയായും കൂടുതൽ ജനങ്ങളുമായി ഇടപഴകാൻ എൻ ഡി എക്ക് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു വേർതിരിവുമില്ല. നമുക്കെടുത്താൽ അറിയാം, വിവിധ സമുദായത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ എൻ ഡി എക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റ് ഏത് മേഖല എടുത്തു നോക്കിയാലും അറിയാം. അത് എൻ ഡി എ എല്ലാ സമുദായത്തെയും ഒന്നിച്ചു തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിനൊരു കേഡർ പാർട്ടി എന്ന നിലയിൽ അതിന് നല്ല രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ എൻ ഡി എക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങൾ എൻ ഡി എയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചില സമുദായങ്ങളെ അവഗണിച്ചു എന്നുള്ളൊരു പ്രചാരണവും നടത്തപ്പെടുന്നുണ്ട്. അതോ ഒന്നുമില്ല. നമുക്കിപ്പോൾ അറിയാം, മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ വിജയിപ്പിക്കാത്തത്? അപ്പോൾ അത് സാമുദായിക പ്രശ്നമല്ല, ഇത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു ചിന്തയിൽ അവരെ ജയിപ്പിക്കാറില്ല. നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ മുസ്ലിം സ്ഥാനാർത്ഥികളെയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയും മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആരാണ് വർഗീയ പാർട്ടി? ഇവിടെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ മറ്റവർ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആരാണ് ഇവിടുത്തെ വർഗീയ പാർട്ടി എന്ന് തിരിച്ചറിയുന്നത്? എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലത്തിൽ വിവാദമായ പല വിഷയങ്ങൾ, ഇപ്പം ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഇപ്പം എൽ ഡി എഫിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എൻ ഡി എക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങളെ ഏൽക്കേണ്ടി വരുന്നത്, ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു വിഷയത്തിലാവാം, മറ്റൊന്ന് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന വിഷയത്തിലാവാം. അങ്ങനെ വരുന്ന സമയത്ത് 15,000 വോട്ടുകൾ, ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന 60,000 വോട്ടുകളുടെ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ നേടിയ വോട്ടുകൾ, അതിനൊപ്പം എം എസ് വിശ്വനാഥൻ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ. അപ്പോൾ ഈ 15,000-ൽ നിന്നും ഈ വോട്ടുകൾ ഇത്ര കണ്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് എൻ ഡി എക്ക് ഇപ്പോൾ കൈമുതലായിട്ടുള്ളത്? എൻ ഡി എക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ഈ പ്രചരണ അനൗൺസ് ചെയ്ത സമയത്ത്, നമ്മുടെ കാൻഡിഡേറ്റായിട്ട് അനൗൺസ് ചെയ്ത സമയത്ത് വിവിധ സമുദായങ്ങളാണ് നമുക്ക് സപ്പോർട്ടായിട്ട് അവർ വിളിച്ച് നമ്മൾക്ക് അനുകൂലമായിട്ട് നിലപാട് അറിയിച്ചിട്ടുള്ളത്. അത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണെങ്കിലും നമുക്ക് മുസ്ലിം സമുദായത്തിലുള്ള നേതാക്കളാണെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെല്ലാം അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഒരു കളനാടി എന്ന് പറഞ്ഞ സമുദായം, അവർ 150 ആളുകൾ ഇന്ന് പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ മറ്റേ നമ്മുടെ തേലമ്പറ്റ ആ ഭാഗത്തുള്ള ആളുകൾ. അങ്ങനെ വരും ദിവസങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു കൂട്ടായിട്ട് ആളുകൾ പാർട്ടിയിലേക്ക് ഒഴുകുകയാണ്. അതെല്ലാമാണ് നമുക്ക് തരുന്ന ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നതാണോ? എങ്ങനെയാണ് അത് തീരുമാനത്തിലേക്ക് വന്നത്? അല്ല, പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഒരു നിർണയമൊക്കെ നടക്കുന്നത് സെൻട്രൽ ആണ് തീരുമാനിക്കുക. ഇവിടെ ഒരു സർവേ ഒക്കെ നടന്നിരുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം എല്ലാം സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപനം നടന്നത്. ഒരു സ്ത്രീ ശാക്തീകരണം നടക്കുന്ന കാലത്ത് സ്ത്രീ എന്ന പരിഗണന കൂടുതൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NM വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു വൈകാരികമായിട്ടുള്ള ഒരു രാഷ്ട്രീയപരം ആണെങ്കിൽ പോലും അതൊരു വൈകാരികത കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു അമ്മ ഇല്ലാത്ത ഒരു കുഞ്ഞിനെയാണ് അദ്ദേഹം വിഷം കൊടുത്ത് കൊല്ലുന്നത്. ഒരു അമ്മ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മരണം സംഭവിച്ചേനെ. ഒരച്ഛൻ മകന് വിഷം കൊടുത്ത് കൊല്ലണമെങ്കിൽ ആ ഒരു കുടുംബം അനുഭവിച്ച വേദനകൾ എന്തായിരിക്കുമെന്നുള്ളത് ഈ സ്ത്രീ സമൂഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മഗിരി വിഷയം എടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ട സ്ത്രീകളെയും കൂടെ അതിലുപയോഗിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ നിന്ന് പോലും നിക്ഷേപം ആ ബ്രഹ്മഗിരി സംവിധാനത്തിലേക്ക് നിക്ഷേപിച്ച സ്ത്രീകളുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും പറ്റിക്കപ്പെട്ട സ്ത്രീകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടൊരു സ്ത്രീ വോട്ട് എൻ ഡി എക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ പ്രബലരായ പല നേതാക്കളും മറ്റ് ഇരു മുന്നണികൾക്കും വേണ്ടി പ്രചാരണത്തിനെത്തി. ഇപ്പോൾ ഖുശ്ബു എത്തിയിരുന്നോ? ഇല്ല, ഖുശ്ബു വരും എന്നാണ് നമ്മൾ കണ്ടത്. അതുപോലെ ദേശീയ നേതാക്കൾ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ AS കവിതയുടെ പ്രചാരണ പരിപാടിയുമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്കറിയാം. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ബത്തേരി മണ്ഡലത്തിനെയും കാണുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമുക്ക് ഇവിടെ ഇൻചാർജായിട്ട് ഉള്ളത് നമ്മുടെ ഗുജറാത്തിൻ്റെ MP ദാവേൽ പട്ടേൽജിയാണ്. ഇവിടെ നമ്മുടെ കർണാടകയിലെ ഒരു മുൻ MLA അദ്ദേഹമാണ് ഇവിടെ. അയാൾക്കും ഇവിടെ ചാർജ് ഉണ്ട്. കൂടാതെ നമ്മുടെ ഇന്ന് ഇവിടെ കേന്ദ്ര പട്ടികവർഗ മന്ത്രി ഇവിടെ വന്നു പോയിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇവിടെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതിനൊത്തുയരാൻ നമുക്കും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് ഈ
ഫണ്ട് നൽകപ്പെട്ടതാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ഫണ്ടിൽ കേന്ദ്രമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വലിയ ചർച്ച വയനാട്ടിൽ പൊതുവെ നടക്കുന്നതാണ്. ഇതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? അപ്പം ഇത്ര കോടികൾ കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടൊന്നും പുറത്തേക്ക് പറയുന്നില്ല. അപ്പം കേരള സർക്കാരിനെതിരെയും ഒരുപാട് പ്രചാരണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്യുക? ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ പൂർത്തിയായി എല്ലാവരും അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചതാണ്. അവിടെ എത്ര ഫാമിലിയാണ് അവിടെ താമസിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം. അങ്ങനെ ഈ തെറ്റിദ്ധാരണ മാറിക്കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായും ശരി മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറാവും. അവിടെ സാസ്കി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണം നടത്തിയിരിക്കുന്നതും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയും. ശരിയായിട്ട് ആ ആളുകൾ തന്നെ ഉടനെ അത് പുറത്ത് പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരു മാറ്റത്തിനായിട്ട്, ഈ വികസനത്തിനായി NDAയോട് താല്പര്യമുള്ള ആളുകളാണ് എല്ലാവരും എന്നറിയാം. കേന്ദ്ര സർക്കാരിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വാസമുണ്ട്. അതിനായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലും വികസനം വരണം, നമ്മുടെ പ്രദേശത്തും വികസനം വരണം, ഓരോരുത്തരുടെ വീടുകളിലും കേന്ദ്ര പദ്ധതികൾ എത്തണം. അതിനായിട്ട് താമരയ്ക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നാണ് നമ്മുടെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് സംവദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കണം. ഇപ്പോൾ കൃത്യമായ ഒരു വിശകലനം NDAയുടെ ഭാഗത്തു നിന്ന് AS കവിത സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും തിരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്ക് കാത്തിരിക്കാൻ ഒരു മാസത്തിലധികം സമയമുണ്ട്. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നു. ആർക്കൊപ്പമാണ്? സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം പുതുതായി കടന്നു വന്ന AS കവിതയ്ക്കൊപ്പമാണോ ഇനി മറ്റു മുന്നണികൾക്കൊപ്പമാണോ എന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും തിരക്ക് പിടിച്ച ഒരു പര്യടന പരിപാടിക്ക് ഇടയിലാണ് നമ്മളോടൊപ്പം NDAയുടെ സ്ഥാനാർത്ഥി AS കവിത വന്ന് പങ്കെടുത്തത്. ഒരുപാട് നന്ദി ഈ ഒരു ന്യൂസ് ആൻഡ് ടോക്കിൽ എത്തിയതിന്, ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നമസ്കാരം.